السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹജ്ജ് എന്നതാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. വളരെ നന്നായി പഠിച്ചു മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹജ്ജ്. പഠിക്കാതെ ഹജ്ജ് ചെയ്യുമ്പോൾ അത് നിഷ്ഫലമാകും എന്ന് മാത്രമല്ല, പലപ്പോഴും അത് കുറ്റകരം കൂടിയാകും എന്നതാണ് യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിനെ സുന്ദരമായി വർണ്ണിച്ചുകൊണ്ട് ഒരു മണിമാളികയോട് ഉപമിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, ഇസ്ലാം എന്ന ആ സുന്ദരമായ മണിമാളിക നിർമ്മിച്ചിരിക്കുന്നത് 5 തൂണുകൊണ്ടാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒന്ന്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ പ്രവാചകൻ ആണ് എന്നും സാക്ഷ്യം വഹിച്ചു. രണ്ടാമത്തെ തൂൺ പ്രവാചകൻ പഠിപ്പിച്ചത് നിസ്കാരം നിലനിർത്തുക. മൂന്നാമത്തേത് സകാത്ത് നൽകുക. നാലാമത്തേത് റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക. അഞ്ചാമത്തേത് പ്രവാചകൻ പറഞ്ഞത് വഴിയാൽ മുതലാലും കഴിവുള്ള ഒരാൾ കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നതാണ്. ഇവിടെ ഇസ്ലാമിക കാര്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായി പ്രവാചകൻ അതിനെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം കാര്യങ്ങളെ മഹാന്മാർ 4 തരംതിരിച്ച് കാണാം. ഒന്ന്, നാവും അതോടുകൂടെ ഹൃദയവും ബന്ധപ്പെട്ട കാര്യം, അതാണ് ഷഹാദത്ത്. 2 ഷഹാദത്തുകൾ എന്ന് പറയുന്നത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയുമ്പോഴാണ് അത് ശരിയാകുന്നത്. രണ്ടാമത്തെ കാര്യം ശരീരത്തിനു മാത്രം ബന്ധമുള്ളതാണ്, അതിൽപ്പെട്ടതാണ് നിസ്കാരവും നോമ്പും. മൂന്നാമത്തേത് മുതലുമായി മാത്രം ബന്ധപ്പെട്ടതാണ്, അതാണ് യഥാർത്ഥത്തിൽ സകാത്ത്. നാലാമത്തെ വിഭാഗം ശരീരവും അതോടൊപ്പം തന്നെ സമ്പത്തുമായി രണ്ടും കൂടെ സമ്മിശ്രമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, അതാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഹജ്ജിനെ വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് വിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജ് ചെയ്ത ആളെ കുറിച്ച് പറയുന്നത്, യശ്ഫഉ ഫി 400, ഒരു ഹജ്ജ് ചെയ്ത ഒരാൾക്ക് 400ഓളം തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നബിമാർ ചെയ്യുന്നത് പോലെ, ശുഹദാക്കൾ ചെയ്യുന്നത് പോലെ, സ്വാലിഹുകൾ ചെയ്യുന്നത് പോലെ ശുപാർശ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, അവൻ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ അവൻ വിശുദ്ധനായി മാറുകയും ചെയ്യുമെന്ന് ഇബ്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ വഫ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യുന്ന സാർത്ഥവാഹക സംഘമാണ് ഹാജിമാർ, ഹജ്ജമാർ. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹു, അവർ എന്തു പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം ചെയ്യും, അവർ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ മിനയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് സഖീഫ് ഗോത്രക്കാരനും ഒരു അൻസാരിയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അവർ നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങളൊരു കാര്യം ചോദിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വന്നത് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പൊ അവർ പറഞ്ഞു, അൻസാരി പറഞ്ഞു, എങ്കിൽ നബിയെ നിങ്ങൾ പറഞ്ഞു തരും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്
നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശുദ്ധമായ ഹറമിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നതിനെ കുറിച്ച്, അതിൻ്റെ പ്രതിഫലം, സൊഫാ മർവക്കിടയിലുള്ള സായി അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയാൻ, അതുപോലെ അറഫയിൽ നിൽക്കുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയാൻ, കല്ലെറിയുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയാൻ, അറവ് നടത്തുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അറിയാൻ. അപ്പോൾ ആ സ്വഹാബികൾ തിരിച്ചു പറഞ്ഞു, നബിയെ, നിങ്ങളെ നിയോഗിച്ച റബ്ബിനെ തന്നെയാണ് സത്യം, ഇത് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ശുദ്ധ ഹറമിനെ ലക്ഷ്യം വെച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒട്ടകത്തിന്റെ ഓരോ ചവിട്ടടി എടുത്തു വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിനെ അനുസരിച്ച് നന്മകൾ അല്ലാഹു എഴുതും. ആ ചവിട്ടടി അനുസരിച്ച് തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തവാഫിന് ശേഷം നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിക്കുന്നതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. സഫാ മർവക്കിടയിൽ നിങ്ങൾ സായി ചെയ്യുമ്പോൾ 70 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. അറഫയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ മാലാകമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി ആ മലക്കുകളുടെ മുമ്പിൽ അല്ലാഹു അഹങ്കാരത്തോടെ പറയും, എൻ്റെ അടിമകൾ ശുദ്ധമായ ഹജ്ജിന് വേണ്ടി മുടികൾ ചടപിടിച്ചുകൊണ്ട് എല്ലാ വിദൂര ദിക്കുകളിൽ നിന്നും വന്നിരിക്കുകയാണ്. അവരുടെ ദോഷങ്ങൾ മണലിന് തുല്യമോ അതല്ലെങ്കിൽ മഴത്തുള്ളികൾക്ക് തുല്യമോ അതുമല്ലെങ്കിൽ സമുദ്രത്തിലെ വെള്ളത്തിന് തുല്യമോ എത്രയാണെങ്കിലും ഞാൻ അത് പുറത്തു കൊടുക്കും. ഹാജിമാരെ, നിങ്ങൾക്കും നിങ്ങൾ പൊറുക്കല്ല തേടിയവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. കല്ലേറ് നടത്തുമ്പോൾ ഓരോ കല്ലുകൾക്ക് പകരവും നിങ്ങളുടെ വൻ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. നിങ്ങൾ അറുക്കുന്ന അറവുകൾ ഇതിന്റെ പ്രതിഫലം അള്ളാഹു നാളത്തേക്ക് ബാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുടി കളയുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ മുടിക്ക് പകരമായി അള്ളാഹു ഒരു നന്മ എഴുതുകയും ഒരു തിന്മ മായ്ച്ചു കളയുകയും ചെയ്യും. നിങ്ങൾ അവസാനം വിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുമ്പോൾ ആ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു ദോഷമില്ലാതെ നിങ്ങൾ മാറിയിരിക്കും. മാത്രമല്ല, ഒരു മലക്ക് വന്നുകൊണ്ട് നിങ്ങളോട് പറയും, നിങ്ങൾ ഇനി എന്തു വേണമെങ്കിലും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ പുനരാരംഭിച്ചോളൂ, കഴിഞ്ഞു പോയതെല്ലാം അള്ളാഹു പുറത്തിരിക്കുന്നു എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. സാധിക്കുന്ന ഒരാൾ ഹജ്ജും ഉംറയും എത്രയും ചെയ്യുന്നത് നന്മയാണ്. പ്രവാചകൻ പറയുന്നുണ്ട്, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ തുടരെ ചെയ്യണം. കാരണം അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ആയുസ് അതുപോലെ ഭക്ഷണം വർദ്ധിക്കാൻ കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ദാരിദ്ര്യവും അതുപോലെ തന്നെ ദോഷവും രണ്ടും ഇല്ലാതെയാക്കുന്നതാണ് ഹജ്ജും ഉംറയും വർദ്ധിപ്പിക്കുന്നത്. ഹജ്ജ് പിന്നീട് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ വിശുദ്ധമായ ഭവനം 2 തവണ അത് പൊളിക്കപ്പെട്ടു, ഇനി 3ാമത്തെ തവണ അത് ഉയർത്തപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എത്രയും ഹജ്ജുകൾ പെട്ടെന്ന് ചെയ്യണേ എന്ന് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സൗകര്യമുള്ളവരാൾ ഹജ്ജിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉള്ളവരാണ്. റസൂലുള്ള പറയുന്നത്, അങ്ങനെ ഒരാൾ 5 വർഷങ്ങൾക്കിടയിൽ ഹജ്ജ് ചെയ്യാതിരുന്നാൽ റസൂലുള്ള പറഞ്ഞു, ലമഹ്റൂം, അവൻ ഭാഗ്യമില്ലാത്തവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ഹജ്ജുൻ തത്റാ വ ഉംറുൻ നുസുഖ, റസൂലുള്ള പറഞ്ഞത് തുടരെ ചെയ്യുന്ന ഹജ്ജുകൾ അതുപോലെ ഉംറകൾ എന്ന് പറയുന്നത് അത് മോശമായ മരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരോഗ്യം അല്ലെങ്കിൽ ആഫിയത്ത് ഇല്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും പലരും ഹജ്ജിൽ നിന്ന് പിന്മാറാറുള്ളത്.
സത്യത്തിൽ പ്രവാചകൻ പറഞ്ഞത് ആരോഗ്യമുണ്ടാകാനുള്ള ഒരു മാർഗമാണ് ഹജ്ജ് എന്നാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാലി ഇബാദിക അലൈക്, അള്ളാഹുവെ, നിന്റെ അടിമകൾ നിന്നെ സന്ദർശിച്ച് ഹജ്ജ് ചെയ്താൽ അവർക്ക് എന്തു നേട്ടമാണുള്ളത്? അപ്പോ അള്ളാഹു തിരിച്ചു പറഞ്ഞു എന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓരോ സന്ദർശകനും സന്ദർശിക്കപ്പെടുന്ന ആൾ നൽകേണ്ട ഒരു വല്ലാത്ത ബാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഭവനം ആരെങ്കിലും സന്ദർശിച്ചാൽ ദുന്യാവിൽ അവർക്ക് ആരോഗ്യം നൽകുമെന്നും അതുപോലെ പാപമോചനം പരലോകത്ത് നൽകുമെന്നും എൻ്റെ തീരുമാനമാണ് എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മാത്രമല്ല 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, എല്ലാ പ്രവാചകന്മാരും ചെയ്ത ഒരു അമൽ പ്രവർത്തനം അത് ഹജ്ജാണ്. മമിൻ നബിയിൻ ഇല്ലാ വഖദ് ഹജ്ജ, ഹജ്ജ് ചെയ്യാത്ത ഒരൊറ്റ പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ചു. മാത്രമല്ല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 1000 തവണ ഇന്ത്യയിൽ നിന്ന് നടന്ന് ഹജ്ജ് ചെയ്തു. ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു അത്രേ, ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഹജ്ജ് ചെയ്യാറുണ്ട് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ പ്രതിഫലം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് സഹോദരിമാർ അവർ ശ്രദ്ധിക്കേണ്ടത്, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദിന്, ധർമ്മസമരത്തിന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രതിഫലം നഷ്ടപ്പെടുമല്ലോ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞത്, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ്, ധർമ്മസമരം എന്ന് പറയുന്നത് മബ്റൂറായ സ്വീകാര്യമായ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഹജ്ജാണ് എന്നാണ്. അതുകൊണ്ട് ആ ഹജ്ജ്, ആ വളരെ ശ്രേഷ്ഠമായ പുണ്യമുള്ള ഹജ്ജ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ, കൃത്യമായി അതിൻ്റെ നിയമങ്ങൾ പാലിച്ചു ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അതിൻ്റെ നിയമങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.